130 ദിവസമായിട്ട് മുനമ്പ സമരപ്പന്തലിൽ എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ചേച്ചിയാണ് ലിസി ചേച്ചി. ലിസി ചേച്ചിക്ക് ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയാനുണ്ടാവും. നമുക്ക് ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചിക്ക് ഈ സമരത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സമരം ഞങ്ങൾ തുടങ്ങാൻ ഉള്ള കാരണം, ഞങ്ങൾ ഫറൂഖ് കോളേജിനോട് ഒരുപാട് കാലങ്ങളായി കേസ് പറയണത്. അവർക്ക് 404 ഏക്കർ ഭൂമി ഈ പ്രദേശത്തുണ്ടായെങ്കിലും അതെല്ലാം കടലെടുത്ത് നശിച്ചു പോയതാണ്. പിന്നെ കടൽ വെച്ച ഭൂമിയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇവിടെ ഒരു പുൽക്കൊടി പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കടൽ കയറി ഒഴുകിയിരുന്ന സമയത്തൊക്കെ അവരവകാശപ്പെട്ടില്ല ഈ ഭൂമിക്ക്. ഞങ്ങളിവിടെ സൈക്കിൾ വെച്ച്, ഇവിടെ സിവാൾ വന്ന് കടൽ കയറാതെയായി സൈക്കിൾ വെച്ച് വികസനങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സൈക്കിൾ കൊലക്കാറായപ്പോൾ അത് കയറാനാണ് അവർ വന്നത്. അപ്പോൾ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയി. കേസുകൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ദാരിദ്ര്യരേഖക്ക് താഴെ താമസിക്കുന്ന ഞങ്ങൾക്ക് അവരോടും മല്ലടിക്കാനുള്ള പണശക്തിയിലായിരുന്നു. അങ്ങനെ നല്ല ഉയർന്ന വക്കീൽമാരെ വെച്ച് കേസ് പറയാനുള്ള ശക്തി ഞങ്ങൾക്ക് ഇല്ലായിരുന്നത് കൊണ്ട് ഞങ്ങൾ കേസൊക്കെ പരാജയപ്പെട്ടിരുന്നു. അങ്ങനെ പരാജയപ്പെട്ടെങ്കിലും കേസ് ഞങ്ങൾ അപ്പീൽ കൊടുത്തും പിടിച്ചും മുന്നോട്ട് പോകുന്ന സമയത്താണ് അവർ ഒരു ഒത്തുതീർപ്പിന് വന്നത്. ആ ഒത്തുതീർപ്പ് കോടതി മുഖേനയാണ്, ഫറൂഖ് സബ് കോടതി മുഖേനയാണ് ആ ഒത്തുതീർപ്പ് ഉണ്ടായത്. അത് പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അന്നില്ലാത്ത വില കൊടുത്ത് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുകയാണ് ചെയ്ത. ഈ ഭൂമി എനിക്ക് 40 വയസ്സുള്ള സമയത്താണ് ഈ ഭൂമി ഞാൻ വാങ്ങണത്. എനിക്കിപ്പോൾ 77 വയസ്സായി. 36 വർഷങ്ങൾ സകലവിധ റവന്യൂ അവകാശങ്ങളോടുകൂടി ഞങ്ങൾ കൈവശം വെച്ച് എല്ലാ അധികാരങ്ങളോടും കൂടി ഞങ്ങൾ വിൽപ്പന നടത്തി മക്കൾക്ക് കൊടുത്ത് അങ്ങനെ പിന്നെ പണയപ്പെടുത്തി ഒരു കുടുംബം. ഞങ്ങൾക്ക് അന്ന് ഓലപ്പുരകളാണ് ഈ പ്രദേശത്ത് മുഴുവനുള്ളത്. ഈ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഭൂമി വിറ്റിട്ടാ അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ടാ സാധിക്കുള്ളൂ. ആ വിധത്തിൽ ഞങ്ങൾ ചെയ്തു പോന്നിരുന്നതാണ്. പിന്നെ ഒരു 3 വർഷങ്ങളായി, ഇപ്പോൾ 3 വർഷങ്ങളിൽ മേലെയായി. ഇപ്പം ഞങ്ങളുടെ കരമടക്കാൻ ചെന്നപ്പോഴാണ് അറിയണ ഞങ്ങളുടെ ഭൂമിയല്ല, ഇത് വക്കപ്പിന് അവകാശപ്പെട്ട ഭൂമിയാണെന്ന്. എന്ത് കാരണം കൊണ്ട് ഞങ്ങളുടെ അല്ലാതെയാണ് വക്കപ്പ് എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ വക്കപ്പിൻ്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് കരമടക്കൽ തടസ്സപ്പെടുത്തി വില്ലേജിൽ നിന്ന് താലൂക്കിൽ നിന്നൊക്കെ നിർത്തലാക്കി. എനിക്ക് അറിയാൻ പാടുള്ളത് ഒരു കോടതി അല്ല, അത് ഞങ്ങളുടെ കരമടക്കൽ നിർത്തലാക്കിയതെന്നാണ് അറിയണത്. അവരുടെ ഒരു ലെറ്റർ പ്രകാരമാണ്, മുസ്ലിമുകളുടെ ഒരു ലെറ്റർ പ്രകാരമാണ് ഈ വില്ലേജും താലൂക്കും ഒക്കെ ഞങ്ങളുടെ കരമടക്കൽ നിർത്തിവെച്ചത്. പിന്നീട് കോടതി ഇടപെട്ടിട്ടുണ്ടാവും, ഞങ്ങൾക്കതറിയില്ല. എന്നിട്ട് ഞങ്ങൾ ഈ 3-4 വർഷങ്ങൾ ഇപ്പോൾ ഭരിക്കണ ഗവൺമെൻറ്റിൻ്റെ പിന്നാലെ നടന്നിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് നടക്കുകയല്ലാതെ അതിന് അനുകൂലമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോയത്. സമരം തുടങ്ങിയിട്ടും അവരിവിടെ കടന്നുവരെ, പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇവിടെ കടന്നുവരെ ഞങ്ങളെ സഹായിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങളുടെ കാരണങ്ങൾക്ക് ഇതേവരെയും ഞങ്ങൾക്ക് സഹായിക്കാനെത്തിയത് ഭാരത ജനതാ പാർട്ടിയാണ്. അത് ഇവർ വരാതിരുന്നുകൊണ്ടാണ് അവർ കടന്നു വന്നത്. അവർ വോട്ടിന് മോഹിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് മറ്റെന്തിനു ദുരുദ്ദേശം വെച്ചല്ല അവർ വന്നത്. ഞങ്ങൾക്ക് ആരും സഹായിക്കാനില്ലാതെ ആയപ്പോൾ അവർ കടന്നു വന്ന് ഞങ്ങൾക്ക് സഹായങ്ങളെത്തിച്ച് ഇപ്പോൾ ബില്ല് വരെ ഞങ്ങൾക്ക് പാസ്സാക്കി തന്ന്. ആ ബില്ലിന് ഒരു അനുകൂലം മുനമ്പം ജനതയ്ക്ക് ഒരു അനുകൂലം ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുകൂലം ഞങ്ങൾക്കില്ലെങ്കിൽ ഇവർ ഈ ബില്ല് പാസ്സായതിനു ശേഷമല്ലേ ഈ കണ്ട പ്രക്ഷോഭണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമുണ്ട് ബില്ലിന്. ഞങ്ങൾക്കൊരു വക്കപ്പ് എന്നുള്ള നിയമം
നീങ്ങിക്കിട്ടിയല്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ ആശ്വാസം. ചേച്ചി ഇപ്പം 130 ദിവസമായിട്ട് സമരപ്പന്തലിൽ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളില്ലേ? കാരണം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഈ പ്രായത്തിലും ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും അതിലുപരിയായിട്ട് ഞങ്ങൾ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഈ ഭൂമിയിൽ അങ്ങ് അനുഭവിച്ചവരാണ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ കടലിൽ പോയി വല്ലതും കിട്ടിയാൽ ബോട്ടൊന്നും ഇല്ലല്ലോ, കടലിൽ പോയി വല്ലതും കിട്ടിയാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം വെക്കാനേ പറ്റുള്ളൂ. അത് അടപ്പത്തിടുമ്പോൾ തന്നെ കടലിൽ കയറും. ആ കലവും പൊക്കി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. അങ്ങനെ ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിച്ചെങ്കിലും ഞങ്ങൾ അതിനോട് അനുകൂലിച്ച് മക്കളായ ഞങ്ങളും പോയിരുന്നു. ഞങ്ങളുടെ മുത്തച്ഛന്മാരായിട്ട് തന്നെ ഇവിടെ താമസക്കാരാണ്. പക്ഷേ ഇത് ഞങ്ങൾ മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഭൂമി അല്ല ഇത് വക്കപ്പിൻ്റെന്ന് കേട്ടപ്പോഴുണ്ടായ ഒരു സങ്കടവും നെഞ്ചിടിപ്പും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് കടവും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടോ? ഉണ്ട്, കടങ്ങളുണ്ട്. എല്ലാവർക്കും കടങ്ങളുണ്ട്. പെര മുഴുവനും പൂർത്തീകരിച്ചിട്ടില്ല. ആ മെയിൻ്റനൻസ് ചെയ്യാനുണ്ട്. എന്തിനും ഞങ്ങൾക്ക് ഉള്ളത് ഈ ഭൂമിയാണ്. ഇത് തടസ്സപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല. ഈ കടലിൽ പോയ ഫിഷിങ് ഇവിടെ മോശമായതുകൊണ്ട് എൻ്റെ മോനൊക്കെ ലക്ഷദ്വീപിൽ പോയി കിടന്ന് ജോലി ചെയ്യണം. മത്സ്യബന്ധനക്കാരാണ് ഇവിടെയുള്ള. ഇവിടെ റിസോർട്ടുകൾ ഉണ്ടെങ്കിലും അത് ഞങ്ങളൊക്കെ വിറ്റ്, ഞങ്ങളെപ്പോലെയുള്ള ആളിലൊക്കെ വിറ്റിട്ടാണ് ഇവിടെ റിസോർട്ടുകൾ വന്ന കാശുള്ളവർ മേടിക്കണം. അപ്പോഴും ഞങ്ങൾ ദാരിദ്ര്യം തന്നെയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാട് നീങ്ങിപ്പോയിട്ടില്ല. ഇത് ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഉപയോഗിക്കണ ഒരു സാധനമാണ് ഈ ഞങ്ങളുടെ ഭൂമി. ഈ ഭൂമിക്ക് ഞങ്ങൾക്ക് കൈവശാവകാശത്തിലിരിക്കണ ഞങ്ങളുടെ ഭൂമി ഇത്ര വർഷങ്ങളെത്തി. എന്ത് നിയമം ഇത്? നിയമവും നീതി ഞങ്ങൾക്കില്ലേ? 12 വർഷം ഒരു ഭൂമി കൈവശം വെച്ചാൽ ആ ഭൂമിക്ക് പിന്നെ ഒരവകാശികളില്ല എന്നുള്ളത് ഒരു നിയമമാണ്. പക്ഷേ ഇത് 36 വർഷം ഞങ്ങൾ കൈവശം വെച്ചിട്ടും ആധാരം ഞങ്ങൾക്കുണ്ട്. റവന്യൂ അവകാശങ്ങൾ മുഴുവനും തോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഭൂമി ഇപ്പോൾ ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നീതി നിയമവും ഞങ്ങൾക്ക് നടപ്പാക്കി തരാൻ ആരുമില്ലേ. ഇന്നിപ്പോൾ കോടതിയിൽ ട്രൈബ്യൂണലിൽ കേസുണ്ട്, ഹൈക്കോടതിയിൽ കമ്മീഷൻ്റെ കേസുണ്ട്. കമ്മീഷൻ ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടുകളും എടുത്ത് ആധാരം ചെക്കപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് കമ്മീഷനെ നിരോധിച്ചത്. ഇപ്പോൾ വീണ്ടും കമ്മീഷനെ തുടരാൻ അനുവാദമുണ്ട്. അദ്ദേഹം ഇവിടെ വന്നാണ് എല്ലാം ചെയ്തത്. പക്ഷേ ഞങ്ങളെ കണ്ടും കേട്ടും ഞങ്ങളുടെ ആധാരം പരിശോധിച്ചിരിക്കുന്ന കമ്മീഷനിൽ നിന്ന് ഒരു നല്ലൊരു തീരുമാനം, ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കണം. അല്ലെങ്കിൽ നീതികേടല്ലേ? നീതിപീഠത്തിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾക്ക് ന്യായവും നീതിയും വേഗം നടപ്പാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്രയും വേഗം ഈ റവന്യൂ അവകാശം തിരികെ കിട്ടണം. കേസുകൾ നടന്നോട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 ആൺമക്കളുണ്ട്. 2 പെൺമക്കളെ കല്യാണം കഴിച്ച് അവർക്കും കൊടുത്തേക്കണത് വസ്തുവാണ്. ചേച്ചി എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? നിലവിൽ എന്നെ കല്യാണം കഴിക്കണക്കാട്ടി മുമ്പ് കക്ക വരും. മാതാപിതാക്കൾക്ക് സഹായമായി അങ്ങനെ നിൽക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവ് അതിന് വിട്ടിട്ടില്ല. ഭർത്താവ് മത്സ്യം പിടിക്കാൻ പോകും. മക്കൾ വലുതായി കഴിയുമ്പോൾ മക്കളും കടലിൽ തന്നെ പണിയെടുക്കണം. ഒരു വിദ്യാഭ്യാസം തികച്ച് അവർക്ക് കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ അതാണ്. ഇപ്പോൾ ഞങ്ങൾക്കെന്ന് പറയണത് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും ഈ ദേശത്തെ മക്കൾക്കെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി അവർ നല്ല നിലയിലാക്കി ഈ ദേശത്തും ഞങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ പറ്റിയ ഒരു ഉയർന്ന വിദ്യാഭ്യാസത്തിൽ അവരെത്തി. ഒരു MLA അല്ലാത്ത ആരെങ്ങളോ നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടണം. മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം. കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പം ആരും ഞങ്ങളുടെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ വന്നുമില്ല. ഈ കല്യാണം ഞങ്ങളുടെ മക്കൾക്ക് തന്നുമില്ല. എന്താ ഭൂമി ഞങ്ങളുടേതല്ലല്ലോ. ഞങ്ങൾ എവിടെ പോവും? ഞങ്ങൾക്ക് എന്ത് സാധ്യത, എന്ത് നിലനിൽപ്പും, എന്ത് നിയമം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ദേശത്ത് തന്നെ, ഈ നാട്ടിൽ തന്നെയല്ലേ ഞങ്ങളും പാർക്കണം, ഈ കേരളത്തിൽ തന്നെയല്ലേ ഞങ്ങളും പാർക്കണം. അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് മാത്രം നിയമം നിഷേധിക്കപ്പെട്ടവരായിട്ടാണ് ഈ കടലിൻ്റെ മക്കളായ തൊഴിലാളികളായ ഞങ്ങൾ ജീവിക്കേണ്ടത്. ഐബിയുടനൊക്കെ ഇടപെട്ടിട്ടില്ല ഈ വിഷയത്തിൽ? ഐബിയുടനൊക്കെ ഇടപെട്ടിട്ടില്ല. ഐബിയുടൻ ഇവിടെ വന്ന് പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ എല്ലാ കാര്യവും ചെയ്ത് തന്നില്ലെങ്കിൽ അവിടെ വക്കപ്പ് ബില്ലിന്
അനുകൂലമായിട്ട് ചെയ്തു പോയതൊക്കെ പോട്ടെ. ഇവിടെ കേരള ഗവൺമെൻറ്റിൽ അവർ എല്ലാവരും ഞങ്ങൾക്ക് എതിരായിട്ട് പ്രമേയത്തിന് എതിരായിട്ട് കൈവക്കി. ഇനി ഞങ്ങൾ അവിടെ ഞാൻ അത് വേണ്ടുന്നത് ചെയ്യും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടം പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ എത്ര പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എല്ലാ എം പിമാർക്കും ലെറ്റർ പോസ്റ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത്, എന്നിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നില്ല. ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് തന്നെയാണ് ഈ ഭരിക്കണ ഗവൺമെൻറ് അവിടെ അവരുടെ പാർട്ടി കോൺഗ്രസ് തുടങ്ങി കൊടുത്തുനിന്ന് ഉണ്ടായപ്പോൾ തന്നെ എം പിമാരെ ഞങ്ങളുടെ കേരള മുഖ്യമന്ത്രി പറഞ്ഞങ്ങാട് നിങ്ങൾ പോയി ഈ ബില്ലിനെതിരായിട്ട് നിൽക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ എന്ത് ദ്രോഹവരോട് ചെയ്ത് ഞങ്ങൾ ഇവരെ ജയിപ്പിച്ചടിച്ചാണ് ഞങ്ങളുടെ തെറ്റി. ഇനി ഹൈബിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. ഞാൻ ചെയ്യില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകയും കൂടിയാണ്. പക്ഷേ കുഞ്ഞുനാളിലെ എല്ലാവരും ക്രിസ്ത്യാനികളൊക്കെ കോൺഗ്രസ്സുകാരാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ദൈവമില്ലെന്ന് പറയും. പക്ഷേ ഞാൻ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് കമ്മ്യൂണിസമാണ് എനിക്ക് ആഗ്രഹം. ഞാൻ വളർന്നു വന്നിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയ നാളിലും ഞാൻ കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്ത് വന്ന ആളാണ്. ഇനി ഞങ്ങൾക്ക് മാറി ചിന്തിക്കണ്ടേ? ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കണ്ടേ? BJPക്ക് വോട്ട് ചെയ്യുന്നതാണോ പറയുന്നത്? അങ്ങനെ തന്നെയാണ് പറയണം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സഹായിച്ചത് അവരാണ്. ഞാൻ ഒരിക്കലും വാക്ക് മാറാത്ത ആളാണ്. അത്രയും സങ്കടമുണ്ട് ആ കാര്യത്തിൽ, പ്രയാസമുണ്ട്. ഞാൻ കളിച്ചു വളർന്ന ഈ ദേശത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ആരെ കൂടി നിൽക്കണം? ഞങ്ങളെ സഹായിച്ചവരെ കൂടി നിൽക്കണം. അതാണ് മര്യാദ, അതാണ് നീതി. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് വേണ്ടി അവർ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറപ്പ്. BJP വോട്ട് രാഷ്ട്രീയം കളിക്കുന്നൊരു തോന്നൽ ഇല്ലേ? ഒരിക്കലുമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ വോട്ടിനെ പറ്റി ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞങ്ങൾ കടന്നു വന്നത്. നിങ്ങളാരും സഹായിക്കാനില്ലല്ല എന്നോർത്ത് നിങ്ങൾക്ക് നീതി കിട്ടണം, അതിനു വേണ്ടിയാണ് ഭാരത ജനതാ പാർട്ടി ഇവിടെ കടന്നു വന്നതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ വോട്ടിനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ജനത്തിന് നന്ദി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ല, BJPയെ പറ്റി പറയുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പം മണിപ്പൂരിലെ സംഭവം അറിയാമല്ലോ. മണിപ്പൂരിൽ അറിയാം. പക്ഷേ അത് എന്തെങ്കിലും കാര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇനി. അല്ലെങ്കിൽ പിന്നെ ലോകം മുഴുവനും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരാണ്. പ്രശ്നങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, കൊള്ളയുണ്ട്, എല്ലാ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ അവർ മാത്രം ഇങ്ങനെയെന്ന് പറയാനായിട്ട് എന്താണ് ഇത്? ഒരിക്കലും അല്ല. അവർ ഞങ്ങളടുത്ത് ഞങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഈ കടപ്പുറത്ത് ഒരാളും ഒരു വോട്ട് പോലും BJPക്കില്ലായിരുന്നു. അപ്പം ഞങ്ങളെ സ്നേഹിച്ച് ഈ സാധുക്കളെ സ്നേഹിക്കാനും സഹായിക്കാനും അവർ കടന്നു വന്നു. ഇത്രയും ദിവസങ്ങളുടെ ഇപ്പോൾ 5-6 മാസങ്ങൾ കഴിഞ്ഞ് ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ, ഒരു പാർട്ടിയെ മനസ്സിലാക്കാൻ കഴിയില്ലേ? ഞങ്ങൾ ഇന്ന് വിദ്യാഭ്യാസം അധികം ഇല്ലാത്തവരാണെങ്കിലും, ഞങ്ങൾ ഉപ്പുവെള്ളത്തിൽ കിടക്കണവരാണെങ്കിലും ദൈവം തന്നൊരു ബുദ്ധിയും ബോധവും ഇല്ലേ നമുക്ക്? അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ നീങ്ങും, അത്രയേ ഉള്ളൂ. എത്ര സെൻറ്റ് സ്ഥലമുണ്ട് ചേച്ചിക്ക്? എനിക്ക് ഇപ്പം എൻ്റെ കൈവശം 10 സെൻറ്റേ ഉള്ളൂ. മക്കൾക്കൊക്കെ വിധിച്ചു കൊടുത്തിട്ട് എനിക്ക് എൻ്റെ കൈവശം എൻ്റേതായിട്ട് 10 സെൻറ്റേ ഉള്ളൂ. ഇപ്പോൾ നാളെ നമുക്കിതൊരു നമ്മുടെ കൈവശം വെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ചേച്ചി എന്തായിരിക്കും? വേറെ മാറി താമസിക്കാൻ തയ്യാറാവുമോ? ഇങ്ങനെ എന്തെങ്കിലും തയ്യാറാകില്ല. ഇവിടെ മരിച്ചു വീണാലും ഈ ദേശം വിട്ട് ഞങ്ങൾ പോകില്ല. ആർക്കും ഈ ഭൂമി അങ്ങനെ കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഇപ്പോൾ രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ദേശത്തിന് വേണ്ടി മുമ്പും പോരാടിയിട്ടുണ്ട്. നീതിക്ക് വേണ്ടി മാത്രം. അനീതിയോട് എൻ്റെ സഹോദരങ്ങളോടായാലും എതിർത്ത് നിന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ നീതിക്ക് വേണ്ടി ഇനിയും ഏതറ്റം വരെ എനിക്ക് ജീവൻ തുടിക്കുന്ന സമയം വരെ ഞാൻ പോരാടും. ജീവനോട് അറ്റു പോയാലും അതിൻ്റെ മുന്നിൽ ഞാനുണ്ടാവും. എൻ്റെ പ്രാണം പോയിട്ടാൽ മറ്റുള്ളവരുടെ പ്രാണം പോവുള്ളൂ. ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ചേച്ചിക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസമായില്ലേ സമരം, ഇപ്പോഴും ബില്ല് പാസ്സായി സമരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് പേരെ ഇപ്പോൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ നിന്ന് കൂടുതൽ വരുന്നത്. ഇവർ ഓരോ ദിവസം അവരുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്നില്ലേ? അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? സാമ്പത്തിക സ്ഥിതി മോശമുണ്ട്. അപ്പോൾ കമ്പനിയിൽ ജോലി ചെയ്യണ പെണ്ണുങ്ങളുണ്ട്, കക്ക വാരണ പെണ്ണുങ്ങളുണ്ട്,
മത്സ്യം പിടിക്കാൻ പോണ ആണുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പോകാനുള്ള അവസരം ഞങ്ങൾ കൊടുത്തുകൊണ്ടും ഈ പ്രായമായ ആൾക്കാരാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും സമരത്തിന് ഞങ്ങൾ ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അല്ലാതെ പറ്റില്ല, ജോലി ചെയ്യാതെ പറ്റില്ല. അപ്പോൾ പെൺപിള്ളേരൊക്കെ അങ്ങനെ അവർക്ക് ലീവ് എടുത്തും പിടിച്ചും ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആൾക്കാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല, കല്യാണത്തിന് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് പേരുണ്ടോ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരു മോനി വടക്ക് വശം ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ് അവർ ഒഴിവ് പറഞ്ഞത്. കാരണം വീടില്ല, ഇത് വക്കപ്പിൻ്റെതാണ്, നിങ്ങളുടെ ഭൂമിയല്ല, ഞങ്ങളുടെ മക്കളെ കെട്ടിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ മക്കളെ അനാഥരായി പോകുമല്ല, വീടും കുടുംബവും ഇല്ലെങ്കിൽ ആരെങ്കിലും കെട്ടിക്കോ. അപ്പോൾ അത് കാരണം അങ്ങനെ ഒഴിഞ്ഞുപോയ കല്യാണങ്ങളുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞ് ചേച്ചിയോട് സൂചിപ്പിച്ചിട്ടുണ്ടോ? പറഞ്ഞിരുന്നു. അവർ പറയണത് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ഞങ്ങൾക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. വേലക്ക് പോണോടത്തും ഞങ്ങൾ നിന്നിതരാണ്. കാരണം പെണ്ണും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ലാത്ത കാരണം അവരുടെ പരിഹാസവും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം എൻ്റെ മക്കൾ തന്നെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 ആൺപിള്ളേരും കല്യാണം കഴിച്ചിട്ടില്ല. അവർ കല്യാണം കഴിച്ചില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടും മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പരിഹാസം എല്ലാവരും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റ കാരണങ്ങളുണ്ടാണോ മക്കള് കല്യാണം? അതെ അതെ, ഇങ്ങനെയുള്ള കാരണങ്ങൾ, തടസ്സങ്ങൾ. നമുക്ക് ധൈര്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ അവരന്വേഷിച്ച് കഴിയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് പെണ്ണിനെ കിട്ടുമോ? എത്ര കല്യാണം ഇങ്ങനെ മുടങ്ങിപ്പോയിട്ടുണ്ട്? ഒരുപാട് കല്യാണങ്ങൾ അങ്ങനെ മുടക്കത്തിലായിരിക്കുകയാണ്. ഉറപ്പിച്ചു വെച്ച കല്യാണങ്ങൾ നടത്താതെ ഇരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചിപ്പോൾ കൊടുക്കണവർ തന്നെ എല്ലാം അറിഞ്ഞ് കൊണ്ടുപോകണവർ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് എപ്പോൾ എന്തെങ്കിലും കിട്ടും, അവകാശമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ഇതുള്ളൂ, ഭൂമിയുള്ളൂ. അല്ലെങ്കിൽ അത് എന്തെങ്കിലും പണയപ്പെടുത്തിയാണ് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക്. പക്ഷേ അതൊക്കെ പ്രയാസം ബുദ്ധിമുട്ടിലും ഒക്കെ തന്നെ ഇരിക്കുകയാണ്. ചേച്ചി ഇപ്പൊ 130 ദിവസമായിട്ട് അടുപ്പിച്ച് വരുന്നുണ്ട് ഈ സമരത്തിന്. ചേച്ചി ഇപ്പൊ ഈ സമരത്തെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? പുരോഗതി ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നോക്കിക്കാണുന്നത്? പുരോഗതിയുള്ളതായിട്ടാണ്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടൊരു പ്രശ്നങ്ങൾ വന്നാൽ ഇപ്പോൾ ഇന്നലെ തന്നെ പന്തംകുളത്ത് ജാഥ ഉണ്ടായിരുന്നു. റൈബൂണിലെ കേസ് തടസ്സം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജാഥ ഉണ്ടായിരുന്നു. മറ്റുള്ള വക്കപ്പ് ബില്ലിന് ഒരു ഗുണമില്ല, മറിച്ചാണെന്ന് മറ്റുള്ള പാർട്ടിക്കാർ പറയുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പം ജനം കൂടും, അപ്പം ശക്തിയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകണം. ഞങ്ങൾ ഈ സമരം ഇത്രയും ദിവസം ഇരുന്നല്ല എന്നോർത്ത് ഞങ്ങൾ തളർന്നു പോയിട്ടില്ല. ഞങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും ഞങ്ങൾ ഇതിൻ്റെ സമരം ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, കൂട്ടുകയും ചെയ്യും. ഇനി ഞങ്ങൾക്ക് കിട്ടുന്നവരെ ഞങ്ങളിതിൻ്റെ ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾ പോരാടും. ഓരോ ദിവസം കൂടുതൽ നമുക്ക് എനർജി വന്നുകൊണ്ടിരിക്കണം. പോരാടാതെ നിവൃത്തിയില്ല. ഞങ്ങളുടെ ദേശം വിട്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ അപ്പൂപ്പന്മാരായിട്ട് അന്ന് ഞങ്ങൾക്കൊരു രേഖയില്ലാഞ്ഞ സ്ഥാനത്ത് അവരിവിടെ വിട്ടു പോയില്ല. അവരിവിടെ തന്നെ വെച്ച് കെട്ടി താമസിച്ച്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രേഖ കൈവശമുള്ള ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ പണം കൊടുത്ത് മേടിച്ച ഭൂമി ഇട്ടുണ്ടും മറ്റുള്ള ആളുകൾക്ക് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ ജീവിതം മുഴുവനും ഈ കടലിലാണ്. അല്ലെങ്കിൽ അവിടെ പോയാൽ ഞങ്ങൾ എന്ത് വിലയെടുത്ത് കഴിയും? ഈ ദേശം വിട്ടുപോയാൽ ഈ ദേശത്താണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉപാധി മുഴുവനും കിടക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ വന്നിരുന്നല്ലോ, അതിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടും. സുരേഷ് ഗോപി ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ വക്കപ്പ് ബില്ലിന് വേണ്ടി ഒരുപാട് ശക്തിയോടുകൂടി തന്നെ ഞങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ ആ യോഗത്തിൽ എതിർത്ത് വക്കപ്പ് ബില്ല് പാസ്സാകണവരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തിന് പെട്ടെന്ന് മന്ത്രിയൊക്കെയാണല്ലോ അവിടെ വന്ന് എപ്പോഴും ഞങ്ങളെ കാണാൻ പറ്റൂല. എങ്കിലും അവരൊക്കെ കൂടെ ഉണ്ടാവും. ചേച്ചിയോട് സംസാരിച്ചിരുന്നോ സുരേഷ് ഗോപി? സംസാരിച്ചപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അമ്മച്ചി, എന്ത് വേണമെങ്കിലും ഞാൻ അതിന് പാർലമെൻറ്റിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും, ചെയ്യും, എനിക്ക് എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്.
അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഐബിയുടെ സംസാരിച്ചിരുന്നോ? ഐബിയുടെ പറഞ്ഞ ഇതാണ് സംസാരിച്ചിരുന്നു. അമ്മജി ഞാൻ ഇത് സാധിച്ച് തന്നില്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ നിന്ന് ഈ ഷർട്ട് ഞാൻ ഊരി വെക്കും എന്ന് പറഞ്ഞിട്ട് ആ പടറ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എതിരായിട്ട് നിന്നവർ അത്രയേ ഉള്ളൂ. അവിടെ വക്കപ്പല്ലെന്നവർ പറയും, പുറത്തിറങ്ങിക്കൊണ്ട് വക്കപ്പാണെന്ന് പറയും. MLA ഇപ്പോൾ ഒന്നുമില്ലാത്ത വിധത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇല്ല MLAയുടെ ഞാൻ MLAനെ വിളിച്ചിട്ടില്ല. MLAയുടെ നമ്പറൊക്കെ എൻ്റെ ഉണ്ട്. അംഗനവാടിയുടെ കാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കാറുള്ളതാണ്. ഞാൻ ആ പാർട്ടിയിലുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംഭവം തുടങ്ങിയിട്ട് MLA ഞങ്ങളെ ഒന്നും സഹായിച്ചില്ല എന്ന് ഓർത്ത് ഇങ്ങേറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവർ ഒരു അധികാരത്തിൽ എത്തിയത് ജനങ്ങൾ കൊണ്ടല്ലേ. ജനങ്ങളില്ലെങ്കിൽ ഇന്ന് അധികാരത്തിൽ ഗവൺമെൻറ് ഉണ്ടാ, ജനമാണ് ഗവൺമെൻറ് എന്ന് അവർ മനസ്സിലാക്കാതെ ഞങ്ങളെ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ബന്ധം അവരായിട്ട്? ഒരു ബന്ധവുമില്ല. MLA പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. MLA വന്നോടത്ത് ഞാൻ പോയിട്ടുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.